പില്ലർ എലിവേറ്റഡ് ഹൈവേ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ഓച്ചിറയിൽ ആക്ഷൻ കൗൺസിൽ കൂട്ട ഉപവാസം സംഘടിപ്പിച്ചു. ഉപവാസ സമരം പ്രതിഭ MLA ഉദ്ഘാടനം ചെയ്തു. ദേശീയപാത നവീകരണവുമായി ബന്ധപ്പെട്ട് ഓച്ചിറയിൽ പില്ലർ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടാണ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ കൂട്ട ഉപവാസം നടത്തിയത്. ഉപവാസ സമരം പ്രതിഭ MLA ഉദ്ഘാടനം ചെയ്തു. വർഷത്തിൽ പലതവണ ലക്ഷങ്ങൾ സമ്മേളിക്കുന്ന ഓച്ചിറയിൽ പില്ലർ എലിവേറ്റഡ് ഹൈവേ അനിവാര്യമാണെന്ന് MLA പറഞ്ഞു. ഞങ്ങള് കായംകുളത്തെ സമരം വന്ന സമയം ഞാൻ ഇതിന്റെ എല്ലാ വിശദാംശങ്ങളും അന്വേഷിച്ചപ്പോഴാണ് ചീഫ് സെക്രട്ടറിയും ദേശീയപാത അതോറിറ്റിയും കൂടാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. അതാണ് സത്യം, അതാണ് അതിന്റെ പരമമായ സത്യം. അതങ്ങനെ ഇരിക്കെ കേവലമായ രാഷ്ട്രീയ ഇതിനു വേണ്ടി മാത്രം തുടങ്ങിയ ഒരു സമരമായിരുന്നു അന്ന് അവിടുത്തെ സമരമെങ്കിൽ നിങ്ങൾ വളരെ സത്യസന്ധമായിട്ട് ഇവിടെ സമരം ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ വ്യത്യസ്തത എനിക്ക് തോന്നിയത്. അപ്പം ഞാൻ ഈ സമര സ്ഥലത്തേക്ക് വരുമ്പോൾ പരിഹാസങ്ങൾ ഞാൻ കേട്ടു. കായംകുളത്തെ പില്ലർ എലിവേറ്റഡ് ഹൈവേ യാഥാർത്ഥ്യമാക്കാതെ ഓച്ചിറക്കാർക്ക് വേണ്ടി പോവാണെന്നത്. എനിക്ക് കായംകുളവും ഓച്ചിറയും കരുനാഗപ്പള്ളിയും ആലപ്പുഴയും എല്ലാം ഇവിടെ കേരളത്തിൽ താമസിക്കുന്ന ഒരാളെ എവിടെ മനുഷ്യർക്ക് സൗകര്യങ്ങൾ കിട്ടുമോ അവിടെ എല്ലാം കിട്ടട്ടെ എന്നാഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. ഇടപെട്ട് എവിടെയും ഒന്നും മുടക്കാറില്ല, വികസനം മുടക്കാറുമില്ല. വികസനം വരാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യും. നിങ്ങൾ കണ്ടാണ് ഇന്നലെ മാമ്പ്രക്കന്നെ റെയിൽവേ ഓർബിറ്റ് ഞങ്ങൾ തറക്കല്ലിട്ടു. ഇന്ന് അതിൻ്റെ അലൈൻമെന്റ് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ അവിടെ സ്ഥലം പരിശോധനയും മറ്റു കാര്യങ്ങളും ആരംഭിക്കുകയും ചെയ്തു. മെഹർഖാൻ ചേന്നല്ലൂർ അധ്യക്ഷത വഹിച്ചു. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B. ശ്രീദേവി, വൈസ് പ്രസിഡന്റ് N. കൃഷ്ണകുമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുൽഫിയ ഷെറിൻ, പഞ്ചായത്ത് അംഗങ്ങളായ ഗീതാ രാജു, ലത്തീഫ ബീബി, ഗീതാകുമാരി, മിനി പൊന്നൻ, കായംകുളം നഗരസഭാ കൗൺസിലർ ബിദു രാഘവൻ, ഓച്ചിറ താഹ അഡ്വക്കേറ്റ് O. ഹാരിസ്, പ്രവീൺ P, മാലുമേൽ സുരേഷ്, അയ്യാണിക്കൽ മജീദ്, ഈസക്കുട്ടി, സുഭാഷ്, ലീന, KS പുരം സത്താർ, സുഭാഷ് ഗുരുനാഥൻ തറയിൽ, ഷെരീഫ് ഗീതാഞ്ജലി, മുനമ്പത്ത് ഷിഹാബ്, അൻഷാദ് എന്നിവർ പങ്കെടുത്തു. 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഉപവാസമാണ് ഓച്ചിറയിൽ സംഘടിപ്പിച്ചത്. അപ്പോൾ അത് ചെയ്യാൻ കഴിയുന്നത് ഗവൺമെന്റുകൾക്കാണ്. ആ ഗവൺമെന്റുകൾ ഈ സമ്മർദ്ദം ചെലുത്തണം. ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട് കന്യാകുമാരി മുതൽ കാസർഗോഡ് എല്ലാ പ്രദേശങ്ങളിൽ ഈ അവസ്ഥയുണ്ട്. അത് മാറ്റുവാൻ വേണ്ടി സംഘടിതമായ മുന്നേറ്റങ്ങൾ ഉണ്ടാകണം. അവിടെയൊക്കെ ക്രിയാത്മകമായി ഉണ്ടാകുന്ന ദീർഘവീക്ഷണം നമുക്കുണ്ടാകണം. അത് ഒറ്റക്കെട്ടായിട്ട് നിന്നെങ്കിൽ മാത്രമേ ഏത് ലക്ഷ്യവും പൂർത്തീകരിക്കാൻ കഴിയൂ. സമാപന സമ്മേളനം UDF കൊല്ലം ജില്ലാ ചെയർമാൻ KC രാജൻ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.